ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് തക്ഷകൻ എന്ന മെഴുവേലി ബാപ്പുജിയുടെ നോവൽ എപ്പിസോഡ് 1. മരിയെ വാഴുക ആവോ മരിയെ. ലക്ഷക്കണക്കിന് കണ്ടങ്ങളിൽ നിന്നും ആ ശബ്ദം കാറ്റുപോലെ ഇരമ്പി. ആഗസ്റ്റ് 29. വേളാങ്കണ്ണിപ്പള്ളിയിൽ പെരുന്നാളിൻ്റെ കൊടിയുയർന്നു. കടലിൽ നിന്നും വീശി വന്ന കാറ്റിൽ അത് പറന്നുകൊണ്ടേയിരുന്നു. മാതാവിന് മുന്നിൽ സങ്കടങ്ങൾ തീർത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് തിങ്ങിക്കൂടിയിരിക്കുന്നത്. ഇനി മാതാവിൻ്റെ പിറന്നാൾ ദിനമായ സെപ്റ്റംബർ 8 തീയതി വരെ നീണ്ടു നിൽക്കുന്ന മഹോത്സവം. പള്ളിക്ക് ചേർന്നുള്ള ഗോപുരങ്ങളും കുരിശും വെയിൽ നാളങ്ങളേറ്റ് വെള്ള മാർബിൾ പോലെ തിളങ്ങി. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയവർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ സംസ്കാരമുള്ളവർ, വ്യത്യസ്ത വേഷം ധരിച്ചവർ. പക്ഷേ എല്ലാവരുടെയും ചുണ്ടിൽ ഒരേ ഒരു മന്ത്രം മാത്രം: മരിയെ വാഴുക ആവോ മരിയ. സുനാമി കാലത്ത് ഇവിടം വരെ കടൽ വെള്ളം അടിച്ചു കയറി വന്നു, ആ കാണുന്ന കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ. പക്ഷെ പള്ളിമുറ്റത്ത് നിന്നവർക്കാർക്കും ഒന്നും സംഭവിച്ചില്ല. മാലിനി ഒപ്പം നിന്ന് തൻ്റെ മകനോട് പറഞ്ഞു, ഇതിലപ്പുറമുള്ള പല ഭാഗങ്ങളുടെയും 10-18 കിലോമീറ്റർ അകത്ത് വരെ വെള്ളം കയറി. മാതാവിൻ്റെ ശക്തി, ഇവിടെ നിന്നവർ രക്ഷപ്പെട്ടു. അന്ന് ഞാൻ നിന്നത് അവിടെയാണ്. വെള്ളപൂശിയ ഗോപുരച്ചുവട്ടിലേക്ക് മാലിനി കൈ ചൂണ്ടി. മകന് പക്ഷേ അതിലൊന്നും ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തോന്നി. അവൻ്റെ കണ്ണുകൾ വട്ടം ചുറ്റി. മണൽ വാരിയെറിഞ്ഞ നിലം തൊടാത്തത്ര തിരക്ക്. അവൻ പള്ളി ഗോപുരത്തിന് നേരെ തിരിഞ്ഞ് കിഴക്കോട്ട് ശ്രദ്ധിച്ചു. പള്ളിമുറ്റത്തു നിന്നും കിഴക്കോട്ട് പോകുന്ന റോഡ്, അതിനിരുവശത്തും ഒന്നു ചേർന്ന കടകൾ, കൂടുതലും മാല, മെഴുകുതിരി, വെള്ളി രൂപങ്ങൾ തുടങ്ങിയവ വിൽക്കുന്നവർ. അതൊക്കെ മാതാവിനുള്ള നേർച്ച വസ്തുക്കളാണ്. റോഡിൽ തിങ്ങി കടൽ തീരം വരെ നീളുന്ന പുരുഷാരം. അതുകൊണ്ട് കടൽ കാണാനാവില്ല. എങ്കിലും കടകൾക്കപ്പുറത്ത് ആകാശം മാത്രം കാണുന്നതിനാൽ അത് കടലാണെന്ന് അവൻ ഊഹിച്ചു. പള്ളിമുറ്റത്തുനിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ വരും അവിടേക്കെന്ന് തോന്നി. പള്ളിക്കുള്ളിലേക്ക് കിടക്കാൻ വെമ്പുന്നവരുടെ തിക്കും തിരക്കും, അതൊന്നും അവന് ഇഷ്ടപ്പെട്ടില്ല. എടാ സൂര്യ, മാലിനി അവനെ തോണ്ടി. അവൻ്റെ മുഴുവൻ പേരും സൂര്യപ്രകാശ്. അവൻ മാലിനിക്ക് നേരെ തിരിഞ്ഞു. മാതാവിനെ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചോണം, പ്രയോജനം ഉണ്ടാവും. കഴിഞ്ഞ 10-20 വർഷമായി അമ്മ പ്രാർത്ഥിച്ചിട്ട് എന്ത് പ്രയോജനം കിട്ടി? സൂര്യയുടെ ശബ്ദത്തിലെ ഈർഷ്യ തിങ്ങി. മാലിനിയുടെ മുഖം കുനിഞ്ഞു. സൂര്യപ്രകാശം ശബ്ദം താഴ്ത്തി. ഈ പെരുന്നാൾ കാലത്ത് തന്നെ ഇങ്ങോട്ട് പോരണമായിരുന്നോ? വേണം, അവർ തീർത്തു പറഞ്ഞു. മോനെ സൂര്യ, നിനക്ക് മാതാവിൻ്റെ ശക്തിയെക്കുറിച്ചും കരുണയെക്കുറിച്ചും അറിയാണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നീ നോക്ക്, ഇവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ആരെ ഇവിടെ മതത്തിൻ്റെ വേല കെട്ടി തിരിച്ചിട്ടില്ല. എന്താ കാര്യം? എന്താ? അവർ പിന്നിൽ നിന്ന് വന്ന തള്ളിനൊപ്പം പള്ളിമുറ്റത്തേക്ക് കയറി. മാതാവിന് എല്ലാ ഭക്തരും ഒരുപോലെയാണ്, അതുതന്നെ കാരണം. മാലിനി മറുപടി നൽകി. സൂര്യപ്രകാശൊന്ന് തലയാട്ടി. അമ്മയും മകനും കൊല്ലം ജില്ലയിലെ പാവമ്പ സ്വദേശികളാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വേളാങ്കണ്ണിയിലെത്തിയത്. പെരുന്നാൾ കാലമായതിനാൽ ലോഡ്ജുകൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവർക്ക് പന്തളത്തുനിന്ന് വന്ന ഒരു കൂട്ടർ കൂടിയും ഒരു കുടിസുമുറി പങ്കുവെക്കാൻ കഴിഞ്ഞു. അത്രയും ലാഭമായെന്ന് മാലിനി കരുതുകയും ചെയ്തു. വാടക പകുതി കൊടുത്താൽ മതിയല്ലോ. സൂര്യപ്രകാശിന് ഏതാണ്ട് 28 വയസ്സ് വരും. ഒത്ത ഉയരവും വണ്ണവും ഉണ്ട്. ഇരുനിറം, അനുസരണയില്ലാത്ത കോലം തലമുടി, ചാർലി സ്റ്റൈലിലെ മീശയും തടിയും. പിന്നിൽ നിന്നും ഒരിക്കൽ കൂടി ജനത്തിൻ്റെ തള്ളു വന്നു. അവൻ തിരിഞ്ഞെന്തോ പറയാൻ ഭാവിച്ചു. സൂര്യ, ഒച്ച കുറവായിരുന്നെങ്കിലും കടുത്ത വാക്കുകളാൽ മാലിനി അറിയിച്ചു. ഇതൊരു ദൈവാലയമാണ്. ഇവിടെ വരുന്നവർക്ക് ഒരേ ഒരു ചിന്തയുള്ളൂ, അത് നീ മറക്കരുത്. നിൻ്റെ ഉള്ളിലും അതേ ഉണ്ടാവാൻ പാടുള്ളൂ. തിക്കും തിരക്കും സഹിക്കണം. വല്ലാത്ത ഭാവത്തിൽ സൂര്യപ്രകാശം മൂളി. കത്തുന്ന ചൂട്, കടൽക്കാറ്റ് മാത്രമാണ് ഒരാശ്വാസം. അവർക്ക് പള്ളിക്കകത്ത് കടക്കാൻ പിന്നെയും 1/2 മണിക്കൂർ വേണ്ടി വന്നു. അകത്ത് നല്ല തണുപ്പായിരുന്നു, നിശബ്ദതയും. പുറത്തെ ബഹളങ്ങൾ അകത്തെത്തുമ്പോൾ ആവിയായി പോകുന്നത് പോലെ അനിർവചനീയമായ ഒരു അനുഭൂതി തോന്നിപ്പോയി. സൂര്യപ്രകാശനും മുന്നിലെ നിറദീപങ്ങളാൽ അലങ്കൃതമായ വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുരൂപം. തൻ്റെ അമ്മ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോൾ അവനും തോന്നി. എത്ര നിരീശ്വരവാദിയാണെങ്കിലും മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ മെഴുകുപോലെ നിന്നുരുകും. മാതാവേ, അവൻ കുരിശു വരച്ചു. തൻ്റെ ഉള്ളിൽ തിളയ്ക്കുന്ന അഗ്നിയെ ശമിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. പള്ളിക്കുള്ളിൽ നിന്നും ഇടത്തേക്കുള്ള വാതിൽ വഴി ഇറങ്ങിയപ്പോൾ
ഗ്രില്ലുകളിൽ അനേകം ഇരുമ്പു താഴുകൾ പൂട്ടിയിട്ടിരിക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞു തുണിത്തൊട്ടിലുകൾ കെട്ടിയിട്ടിരിക്കുന്നു. ഇത് കേരളക്കാർ കൊണ്ടുവന്നൊരു ആചാരമാണെന്നാണ് പറയപ്പെടുന്നത്. മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് തൻ്റെ സങ്കടങ്ങളൊക്കെ താഴ്ത്തു പൂട്ടി വെച്ച് മടങ്ങിപ്പോകുന്ന സങ്കല്പം മാലിനി മകനെ വിശദീകരിച്ചു കൊടുത്തു. അപ്പോഴീ തുണിത്തൊട്ടിലുകളോ? സൂര്യയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത് കുട്ടികളില്ലാത്തവർ മാതാവിന് നൽകുന്ന നേർച്ചയാണ്. നേരത്തെ കൊടിമരച്ചോട്ടിലെ ഗ്രില്ലുകളിലും കണ്ടില്ലേ ഇത്തരം ആയിരക്കണക്കിന് താഴുകളും തൊട്ടിലുകളും. സൂര്യപ്രകാശ് തലകുലുക്കി. മാതാവിന് മെഴുകുതിരി കത്തിക്കുന്നത് പള്ളിയോട് ചേർന്ന് ഒരു പ്രത്യേകം ഒരുക്കിയിട്ടുള്ള ഭാഗത്തായിരുന്നു. ജനങ്ങളെ തിരി കത്തിച്ചു വെച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ പള്ളി ജീവനക്കാർ അത് നീക്കം ചെയ്തുകൊണ്ടിരുന്നു. ഒരാളുടെ തിരിക്ക് പോലും ഒരു മിനിറ്റിൽ കൂടുതൽ അവിടെ നിന്ന് എരിയാൻ സമയം കിട്ടിയില്ല. പല വലിപ്പത്തിലും നിറങ്ങളിലുള്ള മെഴുകുതിരികൾ. ജീവനക്കാർ അവ കെടുത്തി വലിയ ചാക്കുകളിൽ നിക്ഷേപിച്ചുകൊണ്ടിരുന്നു. സൂര്യപ്രകാശ് അത് ശ്രദ്ധിച്ചു. ഇതെല്ലാം പുറത്തു വിറ്റ് കാശ് മേടിക്കാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? ജീവനക്കാർ അവനെ തുറിച്ചു നോക്കി. തങ്ങളോടാരും ഇന്ന് വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ. സൂര്യ, നീ സ്വയം മറക്കുന്നു. മാലിനി അവനെ താക്കീത് ചെയ്തു. ഇവർക്ക് മലയാളം അറിയത്തില്ലമ്മേ, അവൻ പറഞ്ഞു. എന്നാൽ ആര് പറഞ്ഞു? ചോദിച്ചത് ജീവനക്കാരിൽ ഒരാളാണ്. സൂര്യ വിളറിപ്പോയി. അയാൾ തുറന്നു. നിങ്ങൾക്ക് മാതാവിൽ വിശ്വാസമില്ലെങ്കിൽ ഇവിടേക്ക് വരാനോ തിരി കത്തിക്കാനോ പാടില്ലായിരുന്നു. ഈ പരിഹാസത്തിന് നിങ്ങൾ അനുഭവിക്കും. ശാപം പോലെയുള്ള വാക്കുകൾ. അയ്യോ, അങ്ങനെ പറയരുത്, മാലിനി അവരോട് യാചിച്ചു. സൂര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അമ്മ മിണ്ടായിരിക്കെ. നമ്മൾ മാതാവിനെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ മതി. പണിക്കാരെ വേണ്ട. പിന്നിൽ നിന്നും വന്ന തളലിൽ അവൻ വീണ്ടും പുറത്തേക്ക് പോയി. പള്ളിയൊന്നും വലവെച്ച് ചെന്നപ്പോൾ സൂര്യയുടെ കണ്ണുകൾ മിഴിഞ്ഞു. എത്ര വിശാലമായ സ്ഥലം! വേളാങ്കണ്ണി പട്ടണത്തിൻ്റെ ഡസൻ കണക്കിന് കുർബാനപ്പള്ളികളുണ്ട്. മാതാവിൻ്റെ അൾത്താരയ്ക്ക് പിന്നിലെ കുർബാനയ്ക്കും മറ്റുമായുള്ള വിശാലമായ ഹാള്. നീളം കൽപ്പാളികൾ പാകിയ വലിയ മുറ്റം. ഇവിടെ ആഴ്ചയിലൊരിക്കൽ മലയാളത്തിൽ കുർബാനയുണ്ട്. തിരക്കിനിടയിൽ ആരോ പറയുന്നത് അവൻ കേട്ടു. പള്ളിയെ ചുറ്റി ജനത്തിരക്കിനിടയിൽ അവരും വടക്കു ദിശയിലെത്തി. അവിടെയായിരുന്നു സ്റ്റേജ്. തിരുത്തലേ കലേ അരങ്കം. ഇനി ഒരു മാസകാലം ഈ സ്റ്റേജിൽ കലാപരിപാടികളാണ്. അമ്മ എത്ര തവണ ഇവിടെ വന്നിട്ടുണ്ട്? സൂര്യപ്രകാശ് തലതിരിച്ച് മാലിനിയെ നോക്കി. 10ഓ 15ഓ? അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. ആദ്യം നിൻ്റെ അച്ഛനൊന്നിച്ചാ ആദ്യം ഞാനിവിടെ വരുന്നത്. വിവാഹം കഴിഞ്ഞ് ആദ്യ ആഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് ഇവിടെ വരാമെന്ന് നേർച്ചയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇവിടെ തന്നെ അച്ഛനെ നഷ്ടമായത്. സൂര്യൻ പുരുകൊടുത്തു. എടാ, അവർ മകൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു. ചുറ്റുമുണ്ടായിരുന്നവർ ഇരുവരെയും പകച്ചു നോക്കി. മാലിനി തുറന്നു. നീ ആരെ കുറ്റപ്പെടുത്തിയാലും അദ്ദേഹത്തെ ഒന്നും പറയരുത്. ഓഹോ, സൂര്യ പരിഹസിച്ചു. അമ്മയ്ക്കിപ്പോഴും അച്ഛൻ ദൈവമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ആ മുഖം മുന്നിൽ കാണാനിടയാൽ ചോദിക്കാൻ ചില കാര്യങ്ങൾ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. സൂര്യപ്രകാശ് എന്നൊരു പേരല്ലാതെ ആ മനുഷ്യൻ എനിക്ക് എന്തു തന്നു? അവൻ്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി വീണ് ആകാശത്ത് സൂര്യനൊന്ന് തിളങ്ങി. മോനെ, സങ്കടപ്പെട്ട് മാലിനി വിളിച്ചു. അതെ, അവൻ പകയോടെ പറഞ്ഞു. ഇവിടെ എന്തായിരുന്നു അച്ഛന് ബിസിനസ്? ഓരോ വർഷം 2-3 തവണ അമ്മ വന്നില്ല ഇവിടെ. 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ. എന്നിട്ട് അച്ഛൻ താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയോ? എന്താണ് അച്ഛൻ്റെ ജോലിയെന്ന് പറഞ്ഞോ? 5 വയസ്സിലെന്നോ കണ്ട അച്ഛൻ്റെ മുഖമല്ലാതെ മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓർക്കാനായിട്ട് കഴിയുന്നുമില്ല. ശരിയല്ലേ? ശരിയാണ്, മാലിനി സമ്മതിച്ചു. അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അത് ചെയ്യാതിരുന്നത് ഞാനാ. അതെൻ്റെ ഒരു വാശിയായിരുന്നു. നിന്നെ അദ്ദേഹത്തെ ഒന്ന് അങ്ങോട്ട് വന്ന് കാണട്ടെ എന്ന്. മാലിനിയുടെ ശബ്ദം പതറി. അവൻ ഓർക്കുകയായിരുന്നു. തഴവയിലെ ഒരു ഇഷ്ടിക ചൂള ഉടമയായിരുന്നു അദ്ദേഹം. ഇഷ്ടിക ബിസിനസ്സുമായി വന്നയാൾ. തെന്മലക്കാരൻ മുരുകൻ. പാവുമ്പയിലുള്ള തങ്ങളുടെ പാടം വന്ന് ചെളിയെടുക്കാനായി പാട്ടത്തിന് കൊടുത്തിരുന്നു. സുമുഖനും ആരെയും സംസാരത്തിലൂടെ വീഴ്ത്തുന്ന ആളുമായിരുന്നു മുരുകൻ. താനും അദ്ദേഹമായിട്ട് അടുത്തതിൽ വീട്ടിലെ ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല. കാരണം ഇഷ്ടിക ബിസിനസ് വളരെ ലാഭത്തിലായിരുന്നു. മുരുകൻ സാമാന്യം സമ്പന്നനും. വിവാഹാലോചനയായിട്ട് തൻ്റെ വീട്ടിലെത്തിയത് അദ്ദേഹത്തിൻ്റെ സഹായിയാണ്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: മുരുകൻ ഇവിടുത്തെ മാലിന്യ ഇഷ്ടമാണ്. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ അവൻ വിവാഹത്തിന് ഒരുക്കുക. പിന്നെ അവന് ബന്ധുവായ അമ്മയും ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. വിദ്യാഭ്യാസം അല്പം കുറവാണ് എന്നൊരു ന്യൂനത ഉണ്ട്. പക്ഷേ എല്ലാ വിവരങ്ങളും വിശദമായി അന്വേഷിച്ചിട്ട് നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതിയെന്നും അവൻ പറഞ്ഞു.
അച്ഛനും ഏട്ടന്മാരും തെന്മലയ്ക്ക് പോയി അന്വേഷിച്ചു. നല്ലൊരു വീടുണ്ട്, അമ്മയുണ്ട്, മറ്റ് പ്രാരാബ്ധങ്ങളൊന്നുമില്ല. വിവാഹം നടന്നു. 1 വർഷത്തിനുള്ളിൽ മുരുകൻ്റെ അമ്മ മരിച്ചു. പിന്നീടാണ് ഞെട്ടിക്കുന്ന പല സത്യങ്ങളും അറിയുന്നത്. വീടും വസ്തുവും പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് മുരുകൻ ബിസിനസ് നടത്തിയിരുന്നത്. എല്ലാം കാൽ കീഴിൽ നിന്നും ഇളകി മറിയുന്നത് പോലെ അയാൾ അറിഞ്ഞത് വളരെ വൈകിയാണ്. മുരുകന് വിദ്യാഭ്യാസം കുറവായതിനാൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന വിശ്വസ്തനായ സഹായിയാണ്. ഇഷ്ടികയിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന ലാഭത്തിൻ്റെ 3/4 പങ്കും അയാൾ അപഹരിച്ചിരിക്കുന്നു. ബാങ്കിൽ പണം അടയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്നും വന്ന നോട്ടീസുകൾ പോലും അയാൾ മുരുകനെ കാണിച്ചില്ല. അവസാനം കിട്ടിയത് അത്രയും കൊണ്ട് സഹായം മുങ്ങി. തകർന്നുപോയി മുരുകനും മാലിനിയും. വീട് ജപ്തിയിൽ നിന്നും ഒഴിവാക്കാൻ മുതലും പലിശയടക്കം 50 ലക്ഷത്തോളം വേണം. അത് കണ്ടെത്താനായില്ല. വീട് ലേലത്തിൽ പോയി. മാലിനിയെ സ്വന്തം വീട്ടിലേക്ക് മടക്കി അയച്ചിട്ട് മുരുകൻ ജോലി തേടി തമിഴ്നാട്ടിലേക്ക് പോന്നു. വേളാങ്കണ്ണിയിലാണെന്ന് കത്തിലൂടെ അറിയിച്ചു. അന്ന് സൂര്യയ്ക്ക് 1 വയസ്സ്. ഇടയ്ക്കിടയ്ക്ക് മുരുകൻ നാട്ടിൽ വരും. ഭാര്യയ്ക്കും അവനുള്ള വസ്ത്രങ്ങളും കൈനിറയെ പണമൊക്കെ ആയിട്ട്. പിന്നീട് വരവ് കുറഞ്ഞു. മാലിനി ഇവിടെ വേളാങ്കണ്ണിയിൽ വന്നിട്ട് ഭർത്താവിനെ കണ്ടുപോകും. അയാൾ നാട്ടിലേക്ക് വരാൻ കൂട്ടാക്കാത്തതിനാൽ മകൻ ഇവിടേക്ക് കൊണ്ടുവരാൻ മാലിനിയും മടിച്ചു. മാലിനി വരുമ്പോഴൊക്കെ മുരുകൻ ഇവിടെ കാത്തു നിൽക്കും. ഏതെങ്കിലും ലോഡ്ജിൽ താമസിക്കും. പക്ഷേ എവിടെയാണ് ജോലി, എന്താണ് ജോലി, എത്ര ചോദിച്ചിട്ടും അയാളൊന്നും പറഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ 10 വർഷം മാലിനി അയച്ച കത്തുകൾക്കൊന്നും മറുപടി കിട്ടിയില്ല. ഇവിടെ ഒരു കടക്കാരൻ്റെ പേരിലാണ് കത്തയച്ചിരിക്കുന്നത്. ഒരിക്കലും അയാളെ തേടി വന്ന മാലിനി അറിയുന്നത് സുനാമിക്കൊപ്പം അയാളും അപ്രത്യക്ഷനായെന്നാണ്. തൻ്റെ അച്ഛനും സഹോദരങ്ങളും ഇവിടെ വന്ന് മുരുകനെ തിരഞ്ഞു. അങ്ങനെ ഒരാളെക്കുറിച്ച് ഇവിടെ ആർക്കും അറിയില്ല. മാലിനി ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. എങ്കിലും ഇവിടെ തിരക്കുള്ള ദിവസങ്ങൾ നോക്കി വർഷത്തിൽ 2 തവണയെങ്കിലും മാലിനി വരും. എവിടെയെങ്കിലും തൻ്റെ ഭർത്താവിനെ കണ്ടാലോ? അങ്ങനെ സംഭവിക്കുന്നെന്ന് അവരിപ്പോഴും കരുതുന്നുണ്ട്. ഇത്തവണ മകനെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അതിന് തന്നെയാണ്. അദ്ദേഹത്തിന് കണ്ടെത്തിയ ഇവനെ കൂടെ നിർത്താൻ പറയണം. നാട്ടിൽ നിന്ന് സൂര്യ രക്ഷപ്പെടില്ല. രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായിട്ട് ഇവൻ എത്ര അടിപിടി കേസുകളിൽ പെട്ടിരിക്കുന്നു. ഒന്നുകിൽ ഇവൻ, അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയക്കാർ. ആരുടെ നെഞ്ചിൽ ആദ്യം കത്തി കയറുമെന്ന ഭീതിയിലാണ് മാലിനിക്ക്. അവർ പള്ളിമുറ്റത്തോട് ചേർന്ന് റോഡിലിറങ്ങി കടൽ തീരത്തേക്ക് നടക്കുകയായിരുന്നു. സാർ, ഒരു മെഴുകുത്തി വാങ്ങുക സാർ. മധുരമുള്ള ഒരു ശബ്ദം കേട്ട് സൂര്യപ്രകാശ് തിരിഞ്ഞു. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. ഏറിയാലൊരു 15 വയസ്സ് വരും. നിഷ്കളങ്കമായ മുഖം. 2 കൈകളിലും തോളിലും സഞ്ചിയിലും നിറയെ മെഴുകുതിരികളാണ്, പല വർണ്ണത്തിലുള്ളവ. കൈത്തണ്ടകളിലെ മാലകൾ തൂക്കിയിരിക്കുന്നു. ചന്ദന നിറത്തിലുള്ള പാവാടയും ഷർട്ടുമാണ് അവളുടെ വേഷം. കഴുത്തിലൊരു ചുവന്ന മുത്തുമാല. തിരിയൊക്കെ വാങ്ങി കത്തിച്ചേച്ച് വരുമോ അച്ഛേ? സൂര്യപ്രകാശ് പറഞ്ഞു. പെട്ടെന്ന് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ആ പെൺകുട്ടി പറഞ്ഞത് തന്നോടല്ല, അങ്ങനെ പ്രത്യേകിച്ച് ആരോടുമല്ല. കാരണം അവളുടെ വെള്ളക്കണ്ണുകൾക്ക് കാഴ്ചയില്ല. സാർ, ഒരു മറുപടി കേട്ടതുകൊണ്ടാവും അവൾ പിന്നെയും കെഞ്ചി. പത്തി വേണ്ടാട്ടി, ഒരു മാലയാവത് വാങ്ങുക സാർ. സൂര്യയുടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞാണ് അവൾ പറഞ്ഞത്. കുട്ടി, ഞാൻ പെണ്ണല്ല മാല വാങ്ങാൻ. അവൻ്റെ ശബ്ദത്തിൽ നീരസം. പറവയില്ല സാർ, മാതാവുക്ക് കൊടുക്കലാം. ഇനി അതൊന്നും പറ്റത്തില്ല. കൊച്ചേ, അവിടെ മുടിഞ്ഞ തിരക്കാ. ഒന്ന് കയറിയേച്ച് വന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. പ്ലീസ് സാർ, ഒന്നും മട്ടും സാർ. അവൾ മാലയും മെഴുകുതിരിയും ഒന്നിച്ച് മുന്നോട്ട് നീട്ടി. ഒരെണ്ണം വാങ്ങടാ പാവം കുട്ടി, മാലിനി നിർദ്ദേശിച്ചു. സൂര്യപ്രകാശ് ഒന്ന് മൂടി. അവൻ അവളുടെ കയ്യിൽ നിന്നും ഒരു മാലയും 2 വലിയ മെഴുകുതിരികളും വാങ്ങി അമ്മയെ ഏൽപ്പിച്ചു. തുടർന്ന് അവളെ നോക്കി. എത്രയാ? 75 രൂപ. ഹോ, ഇവിടെങ്ങാനും ഇതിൻ്റെ കച്ചവടം നടത്തിയാൽ മതിയായിരുന്നു. പണമെണ്ണി കൊടുക്കുന്നതിനിടയിൽ സൂര്യ പിറുവിറുത്തു. ഹേയ്, പെട്ടെന്നൊരു ശബ്ദവും മണികുലുക്കോ. അവൻ തിരിഞ്ഞു നോക്കി. ഇരട്ടക്കാളയെ പൂട്ടിയ ഒരു കാളവണ്ടി. അതിലൊരു പ്ലാസ്റ്റിക് വാട്ടർ ടാങ്കുണ്ട്. അതിന് അടപ്പില്ലാത്തതിനാൽ പുറത്തേക്ക് വെള്ളം തെറിക്കുന്നുണ്ട്. കടൽ തീരമായതിനാൽ കടകളിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നത് ഇങ്ങനെയാണ്. അതിലിരുന്ന വൃദ്ധനായ മനുഷ്യൻ പിന്നെയും ഒച്ചയുയർത്തി. ഏയ് വിളക്കുങ്ക്, മാറി നിൽക്കാൻ. 6 ആളുകൾ പരമാവധി ഒഴിഞ്ഞുകൊടുത്തു. എന്നാൽ കാഴ്ചയില്ലാത്ത ആ പെൺകുട്ടിക്ക് മാറാനായില്ല. കാളകൾ ഓടിയെടുത്തു. വണ്ടിയുടെ ഒരു ഭാഗം അവളെ ഇടിക്കുമെന്ന് സൂര്യയ്ക്ക് തോന്നി. മിന്നൽ വേഗത്തിൽ അവൻ മുന്നോട്ടഞ്ഞ് അവളെ പിടിച്ചു മാറ്റി. നന്ദി ചേട്ടാ, അവൾ പുഞ്ചിരിച്ചു. അപ്പോൾ നീ മലയാളിയാണോ?
സൂര്യയ്ക്ക് അത്ഭുതം. മലയാളം അറിയാം. അവൾ വീണ്ടും ചിരിച്ചു, നിഷ്കളങ്കായിട്ട്. നിന്റെ പേരെന്താ? അവൻ തിരക്കി. പവളവല്ലി. തവളപ്പല്ലിയോ? പോ ചേട്ടാ. തുടർന്നവൾ സർ മെഴുകുപത്തി മാല എന്ന് പറഞ്ഞുകൊണ്ട് തിരക്കിലൂടെ മുന്നോട്ട് പോയി. സൂര്യപ്രകാശം മാലിന്യം ചർച്ച് ക്യാൻറ്റീനിൽ പിന്നിട്ട് കിഴക്കോട്ട് നടന്നു. ഇരുവശത്തെ കടകളിലും ഭയങ്കര തിരക്ക്. അതിനിടെ റോഡിലേക്ക് ഇറങ്ങി നിന്ന ആളുകളെ ക്യാൻവാസ് ചെയ്യുന്ന ഏജൻറ്റുമാർ. അടുത്ത നിമിഷം കടൽ തീരത്തു നിന്നും ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ബൈക്ക് വെടിമുഴങ്ങുന്ന ഒച്ചയിൽ പാഞ്ഞു വന്നു. ജനം നടുങ്ങിയതുപോലെ ഇരുഭാഗത്തേക്കും തള്ളിയകന്നു. ഈ തിരക്കിനിടയ്ക്ക് കോപ്പും കൊണ്ടുവരുന്നത് സൂര്യ പല്ലിറുമി. പെട്ടെന്ന് അവൻ കണ്ടു. ബുള്ളറ്റിലൊരു സ്ത്രീയാണ്. 30 വയസ്സ് തോന്നിക്കും. നെറ്റിയിലൊരു വലിയ പൊട്ട്, വലിയ കണ്ണുകൾ, തടിച്ചു മലർന്ന ചുണ്ട്, കൂളിംഗ് ഗ്ലാസ് ഉയർത്തി തലയിലേക്ക് വെച്ചിരിക്കുന്നു. ഒരു പുരുഷൻ്റേതുപോലെ തന്നെ ആരോഗ്യമുള്ള ശരീരം. ഇറുകിയ കറുത്ത ജീൻസും വെള്ള ടീഷർട്ടും വേഷം. താമരക്കണ്ണി, ആരോ ഭീതിയോടെ പറയുന്നത് അവൻ കേട്ടു. അവനെ കടന്ന് ബൈക്ക് മുന്നോട്ട് നീങ്ങി. അവൾ ആരെയും ശ്രദ്ധിച്ചില്ല. അടുത്ത നിമിഷം റോയൽ എൻഫീൽഡ് പവളവല്ലിക്കരികിൽ ബ്രേക്ക് ഇട്ടു. അവൾക്ക് മുന്നിൽ നിന്ന് മാറാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. നീ ആ ഷൺമുഖത്തോടെ മകൾ താനേ? ബൈക്കിലിരുന്നവളെ ഗർജിച്ചു. വേദാരണ്യം. ഷൺമുഖത്തോടെ. കുതിരവാള് പോലെ അവളുടെ മുടിയിഴകൾ ഇളകി. ആമ. പവളവല്ലിയുടെ ശബ്ദം വിറച്ചു. ആ നിമിഷം താമരക്കണ്ണി ബൈക്കിലിരുന്നു കൊണ്ട് തന്നെ കാലുയർത്തി ഒറ്റത്തട്ട്. പെൺകുട്ടിയുടെ കയ്യിലെ മെഴുകുതിരികളും മാലകളും സഞ്ചിയുമടക്കം മുകളിലേക്ക് വരുന്നു. ജനങ്ങൾക്ക് മീതെ ചിതറി വീണു. അധ്യായം 2. ഏയ്. സൂര്യപ്രകാശം മുന്നോട്ട് കുതിച്ചു. സൂര്യ വേണ്ട. പിന്നിൽ നിന്നും മാലിന്യം വിളിച്ചത് അവൻ ചെവി കൊണ്ടില്ല. ഏതോ ഭീകരമായത് സംഭവിക്കുന്ന പോലെ ജനം പെട്ടെന്ന് അകന്നു മാറി. പെട്ടെന്ന് ജനങ്ങൾ തീർത്ത ഒരു വലയം അവിടെ രൂപം കൊണ്ടു. അതിന് നടുവിൽ ബുള്ളറ്റിലിരിക്കുന്ന താമരക്കണ്ണിയും ചിതറി വീണ പൂമാലകൾക്കും മെഴുകുതിരികൾക്കും ഇടയിൽ വിറച്ചുകൊണ്ട് അന്ധയായ പവളവല്ലിയും. യാരത്? യാരത്? വിഹുലതയോടെ പവളവല്ലി ചുറ്റും തിരിഞ്ഞു. നാന്താണ്ടടി താമരക്കണ്ണി. ബൈക്ക് ഒരു വട്ടം കൂടി റേസ് ചെയ്തുകൊണ്ട് താമരക്കണ്ണി കരച്ചിച്ചു. ബുള്ളറ്റിൻ്റെ ഒച്ചയേക്കാൾ മുഴക്കമുണ്ടായിരുന്നു അവളുടെ സ്വരത്തിന്. അമ്മ, ഞാൻ പവളവല്ലിയുള്ള കണ്ണുകളിൽ നിന്നും 2 അരുവികൾ ഒഴുകി. ഷേ, വായി തുറക്കക്കൂടാതെ കുരുടി. കടந்த തിരുവാഴുക്ക് ഞാൻ ഉൻകിട്ടേ ചൊന്നേൻ, മോർ കൊണ്ട് ഉന്നെ ഉങ്കെ പാർക്കക്കൂടാതെന്ന്. എന്നിട്ട് താമരക്കണ്ണി സംസാരിച്ചു പച്ച മലയാളത്തിൽ. മലയാളവുമായി ബന്ധമുള്ള ഒരാളെ എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് വേദാരണ്യം ഷൺമുഖനുമായിട്ട് ബന്ധമുള്ളവരെ. മുള കുടയുന്നത് പോലെ അവളുടെ വാക്കുകൾ നീറിപ്പുകഞ്ഞ് പുറത്തിയാടി. പോയിക്കോണം നീ ഈ നിമിഷം. ഇനിയുടെ കണ്ട ഈ ബൈക്ക് കയറിയിറങ്ങുന്നത് നിന്റെ നെഞ്ചത്ത് കൂടിയായിരിക്കും. തിളയ്ക്കുന്ന വെയിലിൽ ജനങ്ങൾ അമ്പരന്ന് നിൽക്കുകയാണ്. കടകളിലെ കച്ചവടം പോലും നിശ്ചലം. ആ സെക്കൻഡിലാണ് സൂര്യപ്രകാശ് ഇരുവർക്കും ഇടയിലേക്ക് ചാടി വീണത്. കാഴ്ചയില്ലാത്ത ഈ പെണ്ണിനോട് തോന്നിയാസം കാണിച്ചിട്ട് പിന്നെയും വീമ്പു പറയുന്നോടി പെമ്പറന്നോരെ. പെണ്ണായിപ്പോയി, അല്ലെങ്കിൽ അടിച്ചു നിന്റെ കരണം പുകച്ചനെ ഞാൻ. അവൻ താമരക്കണ്ണിക്ക് നേരെ കൈ ചൂണ്ടി. യാര് നീ? താമരക്കണ്ണിയുടെ മിഴികൾ ഒന്നിടുങ്ങി, മുഖം വലിഞ്ഞു മുറുകി. ഇത്തിരി മുമ്പ് നീ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ. ഇപ്പോഴെന്താടി, അതങ്ങ് മറന്നുപോയോ? സൂര്യപ്രകാശ് പല്ലുകൾ ചേർത്ത് ഞെരിച്ചു. പിന്നെ ആകാശത്തേക്ക് കൈ ചൂണ്ടി. ഞാൻ സൂര്യപ്രകാശ്. ഒരു സൂര്യ. താമരക്കണ്ണി ചിരികൊട്ടി. പരദേശി നായേ, ജീവൻ വേണമെങ്കിൽ നീയും പോയിക്കോണം ഈ വേളാങ്കണ്ണി വിട്ട്. ഈ നാഗപട്ടണം ജില്ലയിൽ പോലും കണ്ടുപോരുത്, അല്ലെങ്കിൽ തുണ്ടം വെട്ടി ഓട്ടിടുവാൻ ഇന്ന് ഹാർബറിലെ പച്ച മണ്ണിന്. അവൻ തലയാട്ടി. ഓഹോ, അപ്പോൾ നിനക്ക് ഇറച്ചി വെട്ടാണ് പണി. ഞാൻ സംശയിച്ചതുപോലെ തന്നെ, സൂര്യ പരിഹസിച്ചു. താമരക്കണ്ണിയുടെ മുഖം ചുവന്നു. സീറ്റിലിരുന്നു കൊണ്ട് തന്നെ അവൾ ബൈക്ക് സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചു. തുടർന്ന് ഹാൻഡിലിന് മീതെ കൂടി വലതുകാല് വീശി തറയിലേക്ക് ഇറങ്ങി. ഇറുകിയ ജീൻസ് അവൾ ഇത്തിരി കൂടി വലിച്ചുയർത്തി. ഉനക്കെന്നെ തെരയുമോ? അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കുതിര ചിനയ്ക്കുന്നത് പോലെയായിരുന്നു അവളുടെ ചോദ്യം. സൂര്യ ചുമൽ കൂച്ചി. എങ്കിലും ഈ നിൽക്കുന്നവരോട് ചോദിക്ക്, കുറേ പേരെങ്കിലും പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തരാനും മാത്രം ഫേമസ് ആണോടി നീ? നീ ആര്? തമിഴ്നാട് മുഖ്യമന്ത്രിയോ അതോ ഇന്ത്യൻ പ്രസിഡൻറ്റോ? ഡേയ്, താമരക്കണ്ണി വിറഞ്ഞു തുള്ളി. നേർക്കൊണ്ട് വായ നിറന്താൽ നാവ് 1000 വെട്ടി വെട്ടിടുവാൻ. പോടി പുല്ലേ,
എന്നിട്ട് നീ അതൊന്ന് പുഴുങ്ങി തിന്നോ? സൂര്യപ്രകാശ് കൈകൾ കൂട്ടിത്തിരുമ്മി. ഈ പാവം പെങ്കൊച്ചിനെ പേടിപ്പിച്ചിട്ട് നീ അങ്ങ് ഹീറോ ആവാൻ നോക്കല്ലേ? അണ്ണാ വേണ്ടണ്ണ, പവളവല്ലി അവനെ തടഞ്ഞു. ഞാൻ പോയിക്കോളാം അണ്ണ. സൂര്യ അവൾക്ക് നേരെ തിരിഞ്ഞു. നീ ചുമ്മാ നില്ലടി കൊച്ചെ. ഇവളെ പേടിച്ച് നീ ഓടാൻ തുടങ്ങിയാ അതിനെ നേരം കാണും. കണ്ണ് കാണാത്ത നിന്നെ ഉപദ്രവിച്ച ഇവൾക്ക് എന്ത് ശിക്ഷയാണ് കിട്ടുമെന്നറിയാമോ? സൂര്യപ്രകാശിൻ്റെ കണ്ണുകൾ വട്ടം ചുറ്റി. ജനങ്ങൾ നിശബ്ദരാണ്. ഒറ്റ പോലീസിനെ പോലും അവിടെ എങ്ങും കണ്ടില്ല. അത്രയും ജനങ്ങൾ കൂടിയെടുത്ത് പോലീസില്ലെന്നോ? ഇന്നലെ രാത്രി ലോഡ്ജിൻ്റെ വരാന്തയിലിരിക്കുമ്പോൾ പന്തളത്തുകാരൻ പറഞ്ഞത് പെട്ടെന്ന് അവൻ ഓർത്തു. കേട്ട സൂര്യ, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിൽ ഉത്സവ പെരുന്നാളോ വന്നാൽ കാഴ്ചക്കാരേക്കാളും കൂടുതൽ പോലീസ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ ഇല്ല. കടൽത്തീരം ഉൾപ്പെടെ ഈ പട്ടണം മുഴുവൻ CCTV ക്യാമറ പരിശോധനയിലാണ്. എന്ത് നടന്നാലും പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് കാണും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരെത്തും. ഒരു പോക്കറ്റടി പോലും കൃത്യമായിട്ട് അവർ കണ്ടുപിടിച്ചിരിക്കും. ഇവിടെയും ഉടൻ പോലീസ് എത്തുമെന്നും താമരക്കണ്ണിയെ കൊണ്ടുപോകുമെന്നും സൂര്യൻ വിശ്വസിച്ചു. അവളെ തീർത്ത് അവഗണിച്ച് അവൻ തറയിൽ കിടന്നിരുന്ന മാലകളും മെഴുകുതിരികളും പെറുക്കാൻ തുടങ്ങി. അവയിലേറിയ പങ്കും ആളുകളുടെ ചവിട്ടേറ്റ് തകർന്നിരുന്നു. താമരക്കണ്ണിയുടെ നേർക്ക് തിരിഞ്ഞ് സൂര്യ പറഞ്ഞു, ഞാനിത് ഇവൾക്ക് കൊടുക്കാൻ പോവാ. തടയാമെങ്കിൽ നീ ഒന്ന് തടഞ്ഞു കാണിച്ചടി കോങ്കണ്ണി. അവൻ പറയുന്നത് കേട്ട് പവളവലി ഞെട്ടിപ്പോയി. അണ്ണാ വേണ്ടണ്ണ, വേണം. അവൻ്റെ ശബ്ദം കരത്തു. നീ ഇവിടെ തന്നെ ഇത് വിൽക്കണം. ഈ പള്ളിപ്പരിസരം ഒരുത്തിയിടും തറവാട്ട് സ്വത്തല്ല. പെറുക്കിയെടുത്ത സാധനങ്ങൾ അവൻ അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കാനാഞ്ഞു. ഇനി എന്തു എന്ന സന്ദേഹത്തോടെ നിൽക്കുകയാണ് ജനം. അടുത്ത നിമിഷം താമരക്കണ്ണി ഒറ്റത്തട്ടി. ഷൂസണിഞ്ഞ അവളുടെ കാലുകൊണ്ടത് സൂര്യയുടെ കൈത്തണ്ടയിൽ. അവൻ്റെ പിടിവിട്ട് മാലകളും മെഴുകുതിരികളും വീണ്ടും ചിതറി. സൂര്യ വെട്ടിത്തിരിഞ്ഞു. എടി ഡോഷ മോളെ, വേണ്ടാന്ന് വെച്ചാൽ നീ സമ്മതിക്കത്തില്ല അല്ലടി. അവൻ കൈവീശി ഒറ്റയടിച്ച്. അലക്കുകളിൽ നനഞ്ഞ തുണി കൊണ്ടടിക്കുന്ന ഒച്ച. ജനം കിടുങ്ങി. പവളവല്ലിയും. തൻ്റെ കൈ വേദനിച്ചത് സൂര്യ അറിഞ്ഞു. വല്ലാത്തൊരു വിലാപത്തോടെ താമരക്കണ്ണി ബൈക്കിൻ്റെ സീറ്റിലേക്ക് മറിഞ്ഞു. പിന്നെ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് വേഗം തിരിഞ്ഞു. ഡേയ്, നീ എന്നെ അടുത്തിട്ടേ, എന്നെ അപ്പാ കൂടെ എന്നെ അടിക്കാതെടാ. അവൾ നിന്ന് ജ്വലിച്ചു. അതിൻ്റെ കുഴപ്പമാടിത്. നല്ല ഒന്നാന്തരം മടിയേറ്റം നീ വളരണമായിരുന്നു. അല്ലെങ്കിൽ ആണുങ്ങളുടെ കൈക്ക് ഇങ്ങനെ പണിയുണ്ടാക്കും. താമരക്കണ്ണിയുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു. ഇതോടെ തീർന്നു സൂര്യ, ഇതോടെ തീർന്നു. നിന്റെ ഉദയവും അസ്തമയവും ഇപ്പോൾ ഇവിടെ തന്നെ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നീ ഈ നിമിഷം കടലിൽ ചാടിച്ചത്തേനെ. അവൾ പല്ലിടിച്ചു. ഞാൻ താമരക്കണ്ണി, ധർമ്മരാജൻ്റെ രാവണൻ്റെ മകള്. എൻ്റെ മേൽ കൈവച്ച നിനക്കുള്ള ശിക്ഷ എന്താണെന്ന് ഇവിടുത്തെ മണൽത്തരികൾക്ക് പോലും അറിയാം. സൂര്യ ഒട്ടും പതറിയില്ല. എങ്കിൽ ഈ മണൽത്തരികളെ കൊണ്ട് തന്നെ നീ ഒന്ന് പറയിപ്പിച്ചടി, ഞാൻ കേൾക്കട്ടെ. പിന്നെ നീ വലിയൊരു പേര് പറഞ്ഞല്ലോ, ധർമ്മരാജ രാവണനെന്ന്. നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ തന്തയുടെ പേര് അങ്ങനെ ആയില്ലെങ്കിലേ കുഴപ്പമുള്ളൂ. ഒന്നും കാണാനായില്ലെങ്കിലും അവിടെ നടക്കുന്നത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു പവളവല്ലി. ഇനി നടക്കാൻ പോകുന്നതിനെപ്പറ്റി അവൾക്കൊരു ഏകദേശ ധാരണയുണ്ട്. ആളുകൾക്കിടയിലൂടെ മുന്നോട്ട് ചെല്ലാനും മകനെ പിന്തിരിപ്പിക്കാനും മാലിനി ശ്രമിച്ചു. പക്ഷെ തിരക്കുകൾക്കിടയിൽ അവർക്ക് ഒരടി നീങ്ങാനായില്ല. എന്തിനെ ഭയന്നാണോ താൻ മകനുമായിട്ട് ഇവിടേക്ക് വന്നത്, അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. മാതാവേ, എൻ്റെ മോനെ കാത്തോളണേ. പള്ളിക്ക് നേരെ നോക്കിക്കൊണ്ട് അവൻ മനമൊരുകി പ്രാർത്ഥിച്ചു. അടുത്ത നിമിഷം ഒരു പോലീസ് വാഹനത്തിൻ്റെ സൈറൻ കേട്ടു. തുടർന്ന് ആളുകൾക്ക് മുകളിൽ ഒരു ബീക്കൺ ലൈറ്റ് ആദ്യം കണ്ടു. പിന്നെ അകന്നു മാറുന്ന ജനങ്ങൾക്ക് നടുവിൽ ഒരു വെളുത്ത സ്കോർപ്പിയോയുടെ മുഖവും. ഇപ്പം കിട്ടുവടി നിനക്ക്, നോക്കിക്കോ. സൂര്യ താമരക്കണ്ണിയെ നോക്കി ചിരിച്ചു. വികലാംഗയെ തല്ലിയതിനുള്ള വകുപ്പ് എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? താമരക്കണ്ണി മിണ്ടിയില്ല. ചുണ്ടിലൊളിപ്പിച്ച ഗൂഢമന്ദഹാസത്തോടെ ബൈക്കിൽ ചാരി അവൾ അവനെ നോക്കി നിന്നു. സ്കോർപ്പിയോയിൽ നിന്നും ഒരു ഇൻസ്പെക്ടറും 4 പോലീസുകാരും ചാടി ഇറങ്ങി. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നു സാർ. അറസ്റ്റ് ചെയ്യൂടെ. ഈ കുട്ടിയെ ഇവള് സൂര്യയ്ക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് ഇൻസ്പെക്ടർ അവൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് പോലീസുകാർക്ക് നേരെ തള്ളി. ഏയ്, എന്നെയല്ല, ഞാനല്ല. അവൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ പോലീസുകാരെ അവനെ ജീപ്പിലേക്ക് തള്ളിക്കയറ്റി. തീരിട്ട് റാസ്കൽ, ഏറവളെ മോനെ. ഹൃദയം പിളരുന്ന നിലവിളിയോടെ പല വിധേനയും ജനങ്ങളെ മാറ്റിക്കൊണ്ട് മാലിനി ഓടിയെത്തി. എൻ്റെ മോനെ കൊണ്ടുപോലെ സാറന്മാരെ. യാരെന്നെങ്കിൽ ഇൻസ്പെക്ടർ അവർക്ക് നേരെ തിരിഞ്ഞു. അവൻ്റെ തള്ളയാണെന്ന് തോന്നുന്നു. പറഞ്ഞത് താമരക്കണ്ണിയാണ്. ഏറുള്ളേ. പോലീസ് അവരെയും പോലീസ് ജീപ്പിൽ കയറ്റി. സ്കോർപ്പിയോ മെല്ലെ നീങ്ങി. അതിൽ നിന്നും സൂര്യയുടെ ശബ്ദം കിട്ടും. സാർ അവളാ,
ആ താമരക്കണ്ണിയ. പൂർത്തിയാക്കും മുമ്പ് അതിൽ നിന്നും ഒരടിയുടെ ശബ്ദം ജനം കേട്ടു. താമരക്കണ്ണിയുടെ ചുണ്ടിൽ ഒരു ചിരിയുടെ മിന്നൽ തെളിഞ്ഞു പറഞ്ഞു. സ്തംഭിച്ചു നിൽക്കുന്ന പവളവല്ലിയോട് അവൾ വീണ്ടും കൽപ്പിച്ചു. ഏற்கனவே நான் சொன்னது ஞாபகம் இருக்கா അല്ലേ? ഒരു നിമിഷം കൂടെ നീ ഇங்கே இருக்கக்கூடாது. താമരക്കണ്ണി ബൈക്കിൽ കടന്നിരുന്നു. ഭീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ വെടിയേച്ച മുഴക്കി അത് പാഞ്ഞുപോയി. ബൈക്ക് കണ്ണിൽ നിന്നും മറഞ്ഞതും ജനം പവളവല്ലിയെ പൊതിഞ്ഞു. അവളെ ആശ്വസിപ്പിക്കുകയും അവിടം വിട്ടുപോകുവാൻ ഉപദേശിക്കുകയും ചെയ്തു. അപ്പോൾ പള്ളിയിൽ നിന്നും മണിയൊച്ച കെട്ടു. വേളാങ്കണ്ണി വേദാരണ്യം റോഡിലൂടെ ആ ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു. റോഡിനിരുവശത്തും പലയോല വേഞ്ഞ വീടുകളും നെൽപ്പാടങ്ങളും, സ്വർണം പോലെ വിളഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ, വഴിയോരം ചേർന്ന് നിരനിരയായ കരിമ്പനകൾ. ചൂടുള്ള കാറ്റിലെ നെൽച്ചെടികൾ തിരയടിക്കും പോലെ ഉലഞ്ഞുകൊണ്ടിരുന്നു. വേളാങ്കണ്ണിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള കാമേശ്വരം താണ്ഡവമൂർത്തി വനത്തിലൂടെ തിരിയുന്നതിനിടയിൽ ഓട്ടോ നിന്നു. പനയോലകൾ കുത്തിമറച്ച വേലിക്കപ്പുറം ഒരു ചെറിയ വീട്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയ പവളവല്ലി നിലവിളിച്ചുകൊണ്ട് തപ്പിത്തടഞ്ഞു ഓടി. വീട്ടുമുറ്റത്തിരുന്ന് പുൽപ്പായി നെയ്യുകയായിരുന്നു മുല്ലനായകി. മാളെ കണ്ടതും അവർ ഞെട്ടലോടെ തലയുയർത്തി. എന്താടി അമ്മ? അവളുടെ കരച്ചിലിന് ശക്തി കൂടി. മുല്ലനായകി ചാടി എഴുന്നേറ്റു. കാര്യം പറയടേ. അവിടെ താമരക്കണ്ണി. പവളവല്ലി അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പള്ളി പരിസരത്ത് നടന്നു വെച്ചുണ്ടായതെല്ലാം പറഞ്ഞു. മുല്ലനായകയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം വന്നു. അവർ തിടുക്കത്തിൽ തിരിഞ്ഞ് വീടിന് നേർക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു. പാവേ. വീടിന് പുറകിലെ മുറ്റത്ത് വലിയൊരു അലുമിനിയം ചരുവത്തിൽ കോറപ്പുല്ല് പുഴുങ്ങുകയായിരുന്നു. ചിത്രപ്പാവെ തിരിഞ്ഞു നോക്കി. എന്താമ്മേ? ഇങ്ങോട്ട് വാടി. ദാ വരുന്നു. അടുപ്പിലേക്ക് കുറച്ച് വിറകുമ്പോൾ കൂടി തള്ളിവെച്ചിട്ട് അവൾ എഴുന്നേറ്റു. മുറ്റത്തിൻ്റെ ഒരു കോണിൽ ആറ്റുതീരത്തു നിന്നും ചെത്തിക്കൊണ്ടുവന്ന കോറപ്പുല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. അവയുടെ കരിമ്പിൻ പൂവ് പോലെയുള്ള വെളുത്ത പൂക്കൾ മുറിച്ചു മാറ്റിയിട്ടാണ് പുഴുങ്ങിയെടുത്ത് പായ നെയ്യുന്നത്. ആ വീട്ടിലെ ഒരു ജീവിതമാർഗം അതാണ്. പവളവല്ലിയുടെ അനുജത്തിയാണ് ചിത്തിരപ്പാവ. 13കാരി. 4ാം ക്ലാസ് വരെ അവൾ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം അമ്മയും ചേച്ചിയും സഹായിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ. മുറ്റത്തിരുന്ന പ്ലാസ്റ്റിക് കുടത്തിൽ നിന്നും വെള്ളമെടുത്ത് കഴുകി പാവാടയിൽ തുടച്ചുകൊണ്ട് ചിത്തിരപ്പാവയെ അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്തി. അവിടെ പവളവല്ലിയെ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. എന്താക്കാ നേരത്തെ പോന്നത്? തിരിയും മാലയൊക്കെ വിറ്റു തീർന്നു? ഇല്ല തങ്കച്ചി. പറഞ്ഞപ്പോഴേക്കും പവളവല്ലിയുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു. അവളെ കൈകൊണ്ട് മുന്നോട്ട് പരതി. ചിത്തിരപ്പാവയെ അങ്ങോട്ട് നീങ്ങി നിന്ന് കൊടുത്തു. പവളവല്ലി അവളെ തൊട്ടു. പിന്നെന്താ അക്ക തിരിച്ചു പോന്നത്? അവൾ മറുപടി നൽകും മുമ്പ് മുല്ലനായകി ഇടയിൽ കയറി. അതൊക്കെ പിന്നെ പറയാം. നീ അതെല്ലാം എടുത്ത് അടുക്കി വെക്ക്. ഞാനിവിടം കൂടി ഒരിടം വരെ പോയിട്ടിപ്പോൾ വരാം. പെട്ടെന്ന് പവളവല്ലിയുടെ മുഖത്ത് ഭീതി തിങ്ങി. വേണ്ടമ്മേ. വേണം. ഉറച്ച വാക്ക്. തുടർന്ന് മുല്ലനായകി അകത്തേക്ക് പോയി. നിറം മങ്ങിയ ഒരു ചേല ചുറ്റി അവർ തിടുക്കത്തിൽ മടങ്ങി വന്നു. എന്നിട്ട് മകളുടെ കയ്യും പിടിച്ച് റോഡിലേക്ക് നീങ്ങി. ഓട്ടോക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. കയറടി. ബലം പ്രയോഗിച്ച് ഒരു ആട്ടിൻകുട്ടിയെ കയറ്റുന്നത് പോലെ അവർ മകളെ അതിലേക്ക് കയറ്റിയിരുത്തി. ആട്ടോട് ഒരു ഓട്ടോ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. എങ്ങോട്ടാണ് യാത്രയെന്ന് ഡ്രൈവർക്ക് അറിയാം. അയാൾ വണ്ടിയെടുത്തു. യാത്രക്കിടയിൽ റിയർ വ്യൂ മിററിലൂടെ അയാൾ ഇടയ്ക്കിടെ അമ്മയും മകളെയും ശ്രദ്ധിച്ചു. അധ്വാനിച്ച് ഉറച്ച ശരീരമാണെങ്കിലും മുല്ലനായകി ഒരിക്കൽ അതിസുന്ദരിയായിരുന്നുവെന്ന് അയാൾ ഓർത്തു. ഇപ്പോൾ കണ്ണുകൾക്ക് താഴെ കറുപ്പ് പടർന്നിരിക്കുന്നു. പകുതിയിലേറെ നരച്ച തലമുടി. തങ്ങൾ അയ്യ എന്ന് വിളിക്കുന്ന വേദാരണ്യം ഷൺമുഖത്തോടൊപ്പം ഒരിക്കൽ ബെൻസ് കാറിൽ സർവാഭരണ വിഭൂഷിതയായിട്ട് വന്നിറങ്ങിയിരിക്കുന്ന സ്ത്രീയെയാണ് അയാൾക്ക് ഓർമ്മ വന്നത്. സങ്കടം പറഞ്ഞെത്തുന്നവർക്ക് എന്തും സാധിച്ചു കൊടുത്തിരുന്നൊരു സ്ത്രീ. ജനങ്ങൾക്ക് അവർ നായികയമ്മയായിരുന്നു. അതൊരു കാലം. ഡ്രൈവർ ദീർഘമായിട്ടൊന്ന് നിശ്വസിച്ചു. ഒരു സർവ്വസമ്പന്ന കുടുംബം എത്ര വേഗത്തിലാണ് ഛിന്നഭിന്നമായി ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയതെന്ന് അയാൾ ചിന്തിച്ചു. ഈ സ്ത്രീയുടെ സൗന്ദര്യമാണ് പെൺകുട്ടികൾക്ക് കിട്ടിയിരിക്കുന്നത്. 2 ആൺമക്കളുണ്ടായിരുന്നത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവർ തിരിച്ചു വന്നാൽ ആ നിമിഷം കൊല്ലാൻ കാത്തിരിക്കുകയാണ് ധർമ്മരാജരാവണനും കുണ്ടുകളും. ഒരുപക്ഷെ ഇതിനകം തന്നെ അവരെ തേടിപ്പിടിച്ച് കൊന്നിട്ടില്ലെന്ന് ആര് കണ്ടു? ശീഘ്രം പോമ്പ. മുല്ലനായകി അസ്വസ്ഥയായി. ഡ്രൈവർ ഓട്ടോയുടെ വേഗത വർദ്ധിപ്പിച്ചു. വെള്ളപ്പള്ളം. റോഡിന് ഇരുവശത്തും കിലോമീറ്ററുകൾ നീളത്തിൽ ചെമ്മീൻകെട്ടുകളാണ്. അവിടേക്ക് നോക്കിയപ്പോൾ മുല്ലനായകിയുടെ മനസ്സ് നീറി. അതിൽ ഭൂരിഭാഗവും തങ്ങളുടേതായിരുന്നെന്ന് അവരോർത്തു. 50 ഏക്കർ ചെമ്മീൻകെട്ട്. ഒരു തവണ കൃഷി ഇറക്കുമ്പോൾ 5 ഏക്കറിന് 40 ലക്ഷത്തോളം രൂപ ചെലവായിരുന്നു.
വിളവെടുപ്പിന് കിട്ടിയിരുന്നത് കോടികൾ. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു. ഒപ്പമിരുന്ന മകൾക്ക് കാഴ്ചയില്ലെന്ന് പോലും വിസ്മരിച്ച് അവൾ കാണാതിരിക്കാൻ എന്നവണ്ണം മുല്ലനായകി സാരിത്തും പുയർത്തി കണ്ണുകളെ തുടച്ചു. മുന്നിൽ ഉപ്പാറിന് കുറുകെയുള്ള അടപ്പാര ബ്രിഡ്ജ്. അത് കഴിഞ്ഞ് ഓട്ടോ വലത്തോട്ട് തിരിഞ്ഞു. സ്വകാര്യ വ്യക്തിയുണ്ടാക്കിയ വീതിയേറിയ ടാർ റോഡ്. അതിൻ്റെ ഇരുവശത്തും ചെമ്മീൻ കെട്ടുകളാണ്. റോഡിൽ 10 മീറ്റർ അകലത്തിൽ വിളക്കുകാലുകൾ സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. അകലെ 2 നിലകളിൽ തീർത്ത ഒരു പടുകൂറ്റൻ ബംഗ്ലാവ്. അടച്ചിട്ടിരുന്ന ഗേറ്റിന് മുന്നിൽ പെട്ടെന്ന് ഒരു വാച്ചർ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ഓട്ടോ തടഞ്ഞു. എന്തു വേണം? ആരെ കാണണം? നിന്റെ തന്തയെ. ചീരിക്കൊണ്ട് മുല്ലനായകി പുറത്തേക്ക് തലനെട്ടി. വാച്ചർ പതറി. തുറക്കടാ ഗേറ്റ്. അമ്മാത് തുറക്കാൻ അവർ ഗർജിച്ചു. വാച്ചർക്ക് തടയാൻ കഴിയുന്നില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുല്ലനായകൻ ഇങ്ങനെ കലിതുള്ളി വരാറുള്ളതാണ്. അന്നൊക്കെ താൻ മുതലാളിയുടെ വായിൽ നിന്നും തെറി കേട്ടിട്ടുണ്ട് ഗേറ്റ് തുറന്നു കൊടുത്തതിന്. പക്ഷെ തനിക്ക് വരെ തടയാനുള്ള ശക്തിയില്ല. ഇത്തവണയും അയാൾ ഗേറ്റ് തുറന്ന് ഓട്ടോ അകത്തേക്ക് ഇരച്ചു കയറി. ഡ്രൈവ് വേക്ക് ഇരുപുറത്തും ഒരു പാർക്കിനേക്കാൾ ഭംഗിയിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന പൂന്തോപ്പ്. വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത ഫലവൃക്ഷങ്ങൾ. മുല്ലനായകയുടെ മനമുലഞ്ഞു. ഇവയിലൊന്നിനു പോലും തൻ്റെ കരസ്പർശം ഏൽക്കാതിരുന്നിട്ടില്ല. പൂമുഖത്ത് ഇരുവശത്തുമായിട്ട് 2 പോർച്ചുകൾ. ബംഗ്ലാവിന് മുന്നിലെ 2ാം നിലയുടെ ഉയരത്തിൽ ഭീമൻ തൂണുകൾ. അതിന് താഴെ ഒരു സ്റ്റേജ് പോലെ തോന്നിക്കുന്ന പൂമുഖം. അതിൻ്റെ ഇടതുഭാഗത്ത് ആനവാതിലിനോട് ചേർന്ന് ചന്ദനത്തിൽ തീർത്ത ആട്ടുകട്ടിൽ. മുല്ലനായകയുടെ ഉള്ളിൽ ചില ചിത്രങ്ങൾ മിന്നി. അവൾ പുറത്തിറങ്ങി. പവളവല്ലിയെ ബലമായിട്ടിറക്കി. 2 തൂണുകളുടെ അരികിൽ വരെ എത്തുന്ന നീളം പടികളുടെ മുന്നിൽ നിന്നും അവൾ ശബ്ദമുയർത്തി. ഡേയ് രാവണ, ഇറങ്ങി വാടാ. ആ ശബ്ദം ബംഗ്ലാവിൻ്റെ ഭിത്തികളിൽ തട്ടിത്തെറിച്ച് പ്രകമ്പനം തീർത്തു. ഒരു നിമിഷം ആനവാതിലുണ്ടായിരുന്ന ഓട്ടുമണികൾ വല്ലാതെ കിലുങ്ങി. 2 പാളികളും അകത്തേക്ക് വലിഞ്ഞു. ധർമ്മരാജ രാവണന് പകരം അവിടെ പ്രത്യക്ഷപ്പെട്ടത് അവൾ, താമരക്കണ്ണി. മുല്ലനായകയുടെ ചോരയോട്ടത്തിന് വേഗതയേറി. പവളവല്ലിയുടെയും മുല്ലനായകയുടെയും മാറി മാറി നോക്കിക്കൊണ്ട് താമരക്കണ്ണി മുന്നോട്ട് വന്നു. പടിക്കെട്ടിന് തൊട്ട് മുകളിൽ വരെ. എന്നെ വേണ്ടു? ചോദ്യം പൂർത്തിയാക്കും മുമ്പ് അവളുടെ മുഖം നിറച്ച് തുപ്പല് പറന്നു വീണു. മുല്ലനായകയുടെ തുപ്പല്. പ്രിയരെ, നമ്മുടെ കഥയുടെ ആദ്യത്തെ ഭാഗം ഇവിടെ തുടരുകയാണ്. അടുത്ത ഭാഗമായിട്ട് നമുക്ക് വീണ്ടും നാളെ നമുക്ക് കണ്ടുമുട്ടാം അല്ലേ? ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും.